നമസ്കാരം ഡിയോസ്. ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ, മെഡിറ്റേഷൻ, ചക്ര ക്ലീനിങ്ങിൻ്റെയൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരെപ്പോഴും പറയുമായിരുന്നു എൻ്റെ സ്റ്റുഡൻസ്, ടാരോയുടെ ഇതുപോലെ ഫലം ഇടണേന്ന്. അപ്പം ഞാൻ സാധാരണഗതിയിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും എനിക്ക് കൺഫ്യൂഷൻ തോന്നിയാൽ ഞാൻ ഇതുപോലെ ഇട്ട് നോക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്നത്തെ നോക്കിയപ്പോൾ വന്നതാണ് ഈ ഒരു കാർഡ്. ഈ ഒരു കാർഡിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ ഒരു ടാരോയുടെ ട്രെയിനറിൻ്റെ കോഴ്സാണ് ഞാൻ പഠിച്ചത്. മീൻസ് 2 കോഴ്സ് പഠിച്ചു. അപ്പം അതിൽ പഠിച്ചത് നമ്മൾ സാധാരണ ഇതിനെപ്പറ്റി പഠിക്കാനും രണ്ടാമത് മറ്റുള്ളവർക്ക് കോഴ്സ് എടുത്തു കൊടുക്കാനുള്ള കോഴ്സാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു കാർഡിലെന്ന് പറയുമ്പം നമുക്ക് വിശദമായിട്ട് അന്നത്തെ യെസ് ഓർ നോ കാർഡായിട്ട് ഉപയോഗിക്കാം. ഒരു കാര്യത്തിന് പോയാൽ നടക്കുമോ ഇല്ലേ എന്നുള്ളതിന് ഇത് ഉപയോഗിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇത് യെസ് കാർഡാണ്. അതുപോലെ തന്നെ ഇത് 3 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. 3 ലേഡീസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ഇതിൽ ഈ 3 ഓഫ് കപ്സിൽ നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്യുന്നതും റീയൂണിയനും, ഇനി നമുക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾക്ക് സോഷ്യൽ കണക്ഷൻസ് കീപ്പ് ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ബോണ്ട് കീപ്പ് ചെയ്ത് പോകണമെന്നും, അതുപോലെ നമ്മൾക്ക് വേണമെങ്കിൽ പഴയ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും തരത്തിൽ സ്പെഷ്യൽ ബോണ്ടുള്ള ആൾക്കാരെ അവരുടെ കോൾ വരാനോ അവരുമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു അവസരം, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരുമായിട്ടുള്ള കണക്ഷൻസ് കീപ്പ് ചെയ്യണമെന്നും, അതുപോലെ എന്ത് കാര്യത്തിന് പുറപ്പെട്ടാലും സക്സസ് ആവുന്ന ഒരിതായിട്ടാണ് കാണുന്നത്. ഫിനാൻഷ്യൽ ഇതാണെങ്കിൽ അതും നമുക്ക് സക്സസ് ഇനിയുള്ള കാലം, അതായത് ഇന്ന് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആയിരിക്കുമെന്നും, എന്തൊക്കെ പറഞ്ഞാലും സോഷ്യൽ ഗ്യാതറിങ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള കണക്ഷൻസ് കീപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാർഡാണിത്. യെസ് കാർഡാണ്. കോമൺ ഫലങ്ങൾ പറയുന്നത് കൊണ്ട് 100% ആൾക്കാർക്കും ഇത് ഒരേപോലെ വരണമെന്നില്ല. എങ്കിലും ഒരു 70% ആൾക്കാർക്കെങ്കിലും ഇത് കറക്റ്റായിട്ട് സംഭവിക്കും. കാരണം നമ്മളിനി ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒട്ടും മടിക്കണ്ട, ഈ ഒരു കാര്യം നമ്മൾക്ക് ഫേവറബിളായിട്ട് വരും. അത് യെസ് കാർഡ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഞാൻ ആദ്യമൊന്നും എനിക്കിതിൽ അത്ര വിശ്വാസമില്ല, അന്ധവിശ്വാസമാണെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ യൂണിവേഴ്സുമായിട്ട് ഭയങ്കര ഒരു കണക്ഷനുള്ളൊരു കാര്യമാണ്. ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഇതെപ്പോഴും പോസിറ്റീവായിട്ടാണ് വരുന്നത്. ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫലം പറയുന്നതിന് നല്ല പുറത്ത് വിദേശങ്ങളിലൊക്കെ ഒരു ഫലം പറയുന്നതിന് തന്നെ 5000 തൊട്ട് 10000 രൂപ വരെ കിട്ടും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നോർത്തിലൊക്കെയാണ് ഇത് കൂടുതൽ പ്രചാരത്തിൽ. ഞാനാണേലും പഠിച്ചത് നോർത്ത് ഇന്ത്യൻ ക്ലാസ്സിലാണ്. അപ്പം കുറേ നാളെടുക്കും ഇതിനെ ശരിക്കും ഒന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ. മറ്റുള്ളവരുടെ മീൻസ് ഇത് കൗൺസിലിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മറ്റുള്ള ആൾക്കാരുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ. അതായത് ഇപ്പം ജ്യോതിഷം എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ ഒരു കാര്യമാണ് ഇത്. പക്ഷേ ഇതെന്ന് പറയുമ്പം ഈ ടാരോയിലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചർ നമുക്ക് നേരത്തെ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു കാർഡ് എടുക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും അതിലെന്തോ നെഗറ്റീവ് കാര്യങ്ങൾ വരാനുണ്ട്, അതിനെ പോസിറ്റീവാക്കി മാറ്റണം എന്ന രീതിയിലൂടെ പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ ഇതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്തതാണ്. അടുത്ത ദിവസം വേറൊരു കാർഡിൻ്റെ